നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ മുഴുമിപ്പിക്കാൻ കഴിയുമോ എന്ന ആത്മവിശ്വാസമില്ലാതാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം ഇന്നലെ രാത്രി മുതൽ കറണ്ടില്ലാതെ ഒരു വിധത്തിൽ ഇൻവേർട്ടറിലാണ് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഇടയ്ക്ക് വെച്ച് തീർന്നു പോകുമെന്ന് ഭയമുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തിയത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ സംഗമഭൂമിയായ എരുമേലി പഞ്ചായത്തിൻ്റെ അതിർത്തിയായ ഇടകടത്തിയിലാണ് എൻ്റെ ഗ്രാമം. അവിടെ വൈദ്യുതിയും നെറ്റുമൊക്കെ പ്രശ്നമാണ്. ശനിയാഴ്ച എനിക്ക് വീഡിയോ അയക്കാൻ പ്രയാസമായിരുന്നു, നെറ്റുണ്ടായിരുന്നില്ല. നെറ്റിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വൈദ്യുതിയില്ല. ഇത്തരത്തിൽ ആശങ്കാജനകമാണ് കേരളത്തിലെ മലയോര പ്രദേശങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ വീടിരിക്കുന്നത് പമ്പയാറിൽ നിന്നും വളരെ ഉയരത്തിലാണ്. പമ്പയാറിന് തീരത്തെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൽക്കാലം വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നില്ല. പക്ഷേ പമ്പയാറിൻ്റെ തീരത്തുള്ള അനേകം പേർ പ്രതിസന്ധിയിലാണ്. പമ്പയാറിലേക്ക് ചേരുന്ന തോടുകളുടെ പരിസരത്തുള്ളവരൊക്കെ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തൂടെ ഒരു തോടൊഴുകുന്നുണ്ട്. ആ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അത്തരത്തിൽ വലിയ ആശങ്കയുടെ ദിനങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പലപ്പോഴും പലർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വെള്ളിയാഴ്ച രാത്രി മുതൽ ആരംഭിച്ച മഴ ഇന്നലെ ഞായറാഴ്ച പകൽ കുറച്ച് ഒന്ന് ശമിച്ചു നിന്നെങ്കിലും ഇന്നലെ രാത്രിയോടുകൂടി അതിശക്തമായി വീണ്ടും ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു. ഒരു ഇഞ്ച് പോലും മഴ തോർന്നില്ല. ഇടയ്ക്കൊന്ന് മഴയുടെ ശക്തി കുറയും, പിന്നെയും ശക്തിയോടെ പെയ്യും. പമ്പയാറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ അതിഭയങ്കരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ നാടിൻ്റെ ഭാഗമായിരിക്കുന്ന അറിയാഞ്ഞിലമൺ എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കോസ്വേയിലൂടെ ബന്ധിപ്പിക്കുന്ന ഗ്രാമമാണ്. 3 വർഷവും കാടാണ്, ഒരു വശം പമ്പയാറാണ്. ആ ഗ്രാമം ഒറ്റപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞ 3-4 ദിവസമായി. ഇന്നലെ കോസ്വേയുടെ മുകളിലൂടെ വെള്ളമുണ്ടായിരുന്നെങ്കിൽ പോലും ചില വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിച്ചു. ഫയർഫോഴ്സ് എത്തി അവിടെയുള്ള ഡയാലിസിസ് രോഗികളെയൊക്കെ ഇക്കരെ എത്തിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും വെള്ളമുയർന്നു. ആ ഗ്രാമം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടേക്ക് ഇന്നലെ അല്പം ശമിച്ചതുകൊണ്ട് കുറേ സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നല്ലാതെ ആ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ നാടിൻ്റെ നാനാഭാഗത്തുണ്ട്. അതിഭയങ്കരമായ മഴ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ മഴ പെയ്യുകയാണ്. ഈ മഴ കൂടുതലും പെയ്യുന്നത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ മലയോര ഗ്രാമങ്ങളിലാണ്. മലയോര പ്രദേശങ്ങൾ മുഴുവൻ തോരാതെ മഴ പെയ്യുകയാണ്. ഇന്നലെ ശബരിമലക്കാടിൽ തുടർച്ചയായി മഴ പെയ്തു. അതുകൊണ്ട് ശബരിമലയിലെ നിറപുത്തരി ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതിനുവേണ്ട പൂജാ വസ്തുക്കളെല്ലാം എത്തിച്ചതുകൊണ്ട് ഇന്ന് വെളുപ്പിന് കുഴപ്പമില്ലാതെ നിറപുത്തരി പൂജ കഴിഞ്ഞു. പക്ഷേ ഭക്തജനങ്ങൾക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമില്ല. അതിശക്തമായ രീതിയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. വെള്ളത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയുന്നില്ല. മന്ത്രി PC വിഷ്ണുനാഥ് പത്തനംതിട്ടയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണസമയം ഈ പരിസരത്തൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് കാര്യം? ഇന്നലെ അർദ്ധരാത്രി ഒരു 1-1:30 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഉണർന്നത് വലിയ ശബ്ദത്തിൽ മൊബൈൽ ഫോൺ അടിക്കുന്നത് കേട്ടാണ്. പേടിച്ചുപോയി. എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. വലിയ അലാറം കേട്ടു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കഴിയുന്ന മലയാളികൾക്കറിയാം, അവരുടെ മൊബൈലിലേക്ക് ഇടയ്ക്കിടെ അലേർട്ട് വരാറുണ്ട്. അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്. അത്തരമൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ആദ്യമായാണ് അനുഭവം ഉണ്ടാവുന്നത്. വലിയ ശബ്ദത്തിൽ മൊബൈൽ ഫോൺ ശബ്ദിക്കുകയാണ്. ചാടി എണീറ്റ് എന്താണ് സംഭവം നോക്കിയപ്പോൾ പമ്പയാറ്റിലെ വെള്ളം ഉയരുന്നു. പമ്പയാറ്റിലെ വെള്ളം ഉയരുന്നതിനെ തുടർന്ന് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. പമ്പയിൽ നിന്ന് മാറി എല്ലാ മൊബൈലുകളും ഒരുമിച്ചാണ് ശബ്ദിച്ചു എന്ന് ഓർക്കണം. അർദ്ധരാത്രി ഒരു 1-1:30 മണിയായി കാണും. ഈ അവസ്ഥ തുടരുകയാണ്. സകല സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇന്നലെ റാന്നി CIയുടെ ഒരു സന്ദേശം അർദ്ധരാത്രിയിൽ തന്നെ പ്രചരിച്ചിരുന്നു. നേരത്തെ അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം അയച്ചു. അപ്പോൾ ആളുകൾക്ക് സംശയം, ഇത് ഇപ്പോഴത്തെ ആണോ അതോ പഴയതാണോ എന്ന് സംശയമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഒരു സന്ദേശം ഇന്നലെ അർദ്ധരാത്രിയിൽ തന്നെ എല്ലാവർക്കും അയച്ചിരുന്നു. അത് കേൾക്കുക. നമസ്കാരം, ഞാൻ റാന്നി CI ആണ്. പമ്പ നദിയിലെ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് മുമ്പേ ഞാനൊരു വോയിസ് ക്ലിപ്പ് ഷെയർ ചെയ്തിരുന്നു. പല ഗ്രൂപ്പുകളിലേക്ക് എൻ്റെ തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അത് ഇപ്പോൾ ഇട്ടതാണോ അതോ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഇട്ടതാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ച് പലരും അതിൻ്റെ ജെനുവിനിറ്റി പരിശോധിച്ച് എന്നെ വിളിച്ചിരുന്നു. ഇതിപ്പോൾ ഈ രാത്രി 1 മണിക്ക് 3-ാം തീയതി രാത്രി പുലർച്ചെ 1 മണിക്ക് ഇടുന്ന മെസ്സേജാണ്. പമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച അറിയിപ്പാണ്. അവിടെ വൃഷ്ടിപ്രദേശങ്ങളിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിലെ ജലനിരപ്പ് കൂടുന്നുണ്ട്. ആ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് ബാധിക്കുന്ന രീതിയിലാണ് അവിടെ കൂടുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പമ്പ നദിയുടെ തീരത്തുള്ള നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കം അഫക്റ്റ് ചെയ്ത മേഖലയിലുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കുക. സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കണം. എല്ലാ ആളുകളും എല്ലാ ആൾക്കാരിലേക്കും ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. സകല ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും നാട്ടുകാരും ജനക്കൂട്ടവും ജനപ്രതിനിധികളുമൊക്കെ ഈ വെള്ളപ്പൊക്കത്തെ നേരിടാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും ഓർമ്മയില്ല.
ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് 2018 മഹാപ്രളയമാണ്. ആ മഹാപ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന സംവിധാനങ്ങളാണ് രൂപപ്പെടുന്നത്. പമ്പയാറ്, അച്ചൻകോവിലാറ്, മീനച്ചിലാറ് ഇവയൊക്കെ നിറകവിഞ്ഞൊഴുകുകയാണ്. ഇപ്പം മീനച്ചിലാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിരന്തരമായി മഴ പെയ്യുന്നു. പാലാ ടൗൺ ഇന്ന് വെള്ളത്തിൽ കയറിയേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. PC ജോർജിൻ്റെ വീട്ടിൽ പോലും വെള്ളം കയറി. PC ജോർജ് പറഞ്ഞ 2018 ഇങ്ങനെയൊരു സംഭവം ഉണ്ടായില്ലെന്നാണ്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട നദികളെല്ലാം അതിശക്തമായി മഴ പെയ്ത് കവിഞ്ഞൊഴുകുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയാണ്. അപ്പർ കുട്ടനാട്ടിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം വേമ്പനാട്ട് കായലിലേക്കാണ് ഈ മിക്ക നദികളിലെയും വെള്ളം എത്തുന്നത്. അങ്ങനെ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരും. അവർക്കൊരു ശീലമാണ്. എല്ലാ മഴക്കാലത്തും അവരൊക്കെ അവിടെ നാട് വിട്ടു പോകേണ്ട അവസ്ഥയുണ്ട്. വള്ളത്തിൽ ജീവിക്കുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വിശേഷിപ്പിക്കേണ്ടതെന്നറിയാത്ത വിധത്തിൽ മലയോര പ്രദേശങ്ങൾ മുഴുവൻ ജലപ്രവാഹത്താൽ ആശങ്കപ്പെടുത്തുന്ന ദിനങ്ങളെത്തിയിരിക്കുന്നു. ഇന്നലെ അല്പം തെളിഞ്ഞ അവസ്ഥയായിരുന്നതുകൊണ്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അവധിയെക്കുറിച്ച് നിശ്ചയമുണ്ടായിരുന്നില്ല. വൈകുന്നേരമായപ്പോഴേക്കും കോട്ടയവും പത്തനംതിട്ടയും അടക്കം പ്രധാനപ്പെട്ട പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചു. രാത്രിയായപ്പോഴേക്കും ഏതാണ്ട് 11 ജില്ലകളിൽ സമ്പൂർണ്ണ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴയിൽ ചില താലൂക്കുകളിൽ മാത്രമായിരുന്നു അവധി. എന്നാൽ ഇന്ന് വെളുപ്പിന് 4 മണിയായപ്പോഴേക്കും സ്ഥിതി മാറി. എല്ലായിടത്തും വെള്ളപ്പൊക്കത്തിൻ്റെ ഭീതി ഉണ്ടായി. പമ്പയാർ അടക്കമുള്ള നദികൾ നിറഞ്ഞു കവിഞ്ഞ് കുട്ടനാട്ടിലേക്ക് എത്താൻ തുടങ്ങി. ആലപ്പുഴയിൽ വലിയ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലും അവധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും മാത്രമേ സമ്പൂർണ്ണമായി അവധിയില്ലാത്തതുള്ളൂ. ബാക്കി 12 ജില്ലകളിലും എല്ലാവരും വീട്ടിലിരിക്കുന്ന സാഹചര്യമാണ്. കോട്ടയം ജില്ലാ കളക്ടർ വളരെ കൗതുകമുണർത്തുന്ന ഒരു കുറിപ്പ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തുള്ളിച്ചാടിക്കളയാനല്ല, നിങ്ങൾ വീട്ടിലിരിക്കണം, മാതാപിതാക്കളെ സഹായിക്കണം, അവരോട് സംസാരിക്കണം, പഠിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ വലിയ കാര്യം കൊടുക്കേണ്ട, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയിരിക്കുന്ന അവധി മാതാപിതാക്കളോടും കുടുംബത്തോടുമുള്ള ഒരു അടുപ്പത്തിൻ്റെ ദിവസമാക്കി മാറ്റണമെന്നൊക്കെ പറഞ്ഞ് കോട്ടയം കളക്ടർ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വലിയ വൈറലായിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ തരത്തിലും എല്ലാവരുടെയും ഇടപെടലുണ്ട്. ഇന്നലെയും വെള്ളപ്പൊക്കത്തിൽ 6 പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. ഏതാണ്ട് 15ഓളം പേർ ഇതിനോടകം 2 ദിവസം കൊണ്ട് മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഏതാണ്ട് 10,000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിമാർക്ക് നേരിട്ട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പല ഡാമുകളും തുറന്നുവിടേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ട് ഏറെ വൈകാതെ തന്നെ തുറന്നേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇടുക്കി അടക്കമുള്ള പ്രധാനപ്പെട്ട ഡാമുകളിൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ അവിടെയൊക്കെ ജലനിരപ്പ് പതിയെ ഉയരുന്നതേ ഉള്ളൂ. ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് ഡാമുകളിൽ വെള്ളമില്ലായിരുന്നു എന്നതാണ്. ഡാമുകളിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡാമുകൾ തുറന്നുവിടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ നിർത്താതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പതിവാകും. ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എവിടെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ധാരണയുമില്ല. നമുക്കറിയാം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തെ ഒരമ്മയും മകനും മരിച്ചത്. അങ്ങനെ പയ്യാനിത്തോട്ടത്തെ മഴ പെയ്ത് ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യമേ ഇല്ല. പക്ഷേ നിരന്തരമായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം ഭൂമിക്ക് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അപ്രതീക്ഷിതമായി ഉരുൾപൊട്ടലുകൾ മണ്ണിടിച്ചിലുകളും ഉണ്ടാവാം. ദയവായി മലയോര പ്രദേശത്തേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. കാരണം ഏതു സമയത്തും റോഡുകളിലേക്ക് മലകൾ ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യമുണ്ട്. വലിയ പാറക്കല്ലുകൾ ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും മലയോര പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ജില്ലകളിലേക്ക്, മലനിരകളിലുള്ള മറ്റ് പ്രദേശങ്ങളിലേക്കും യാത്ര ഒഴിവാക്കുക. ഏതാണ്ട് 30-35ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. 300-ലധികം വീടുകൾക്ക് ഭാഗികമായി വീഴ്ചയുണ്ടായി. കാസർഗോഡ് ചെമ്പോത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലെ കക്കാട്ടാറും നിറഞ്ഞൊഴുകുകയാണ്. ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ആകെ ആഹ്ലാദിക്കുന്നത് ഇവിടുത്തെ സഖാക്കളാണ്. വളരെ കഷ്ടമാണ്. കഴിഞ്ഞ ദുരന്തകാലത്ത് ആരെങ്കിലും ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ, പിരിവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ബഹളം വെച്ചുകൊണ്ട് നിങ്ങൾ കേരള വിരുദ്ധനാണെന്ന് പറഞ്ഞവർ അവരെ വെള്ളപ്പൊക്കം ഉണ്ടായ അന്നു മുതൽ ആഘോഷിക്കുകയാണ്. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നുണക്കഥകൾ പറഞ്ഞ് എങ്ങനെ ഇതിനെ ഈ ദുരിതാശ്വാസത്തിൻ്റെ ഭംഗി കെടുത്താമോ അത്തരത്തിലേക്ക് ശ്രമിക്കണം. നമുക്കറിയാം എന്തായാലും അവരോട് നമുക്ക് സഹതപിക്കാനേ സാധിക്കും. ഇത്തരം സാഹചര്യങ്ങൾ അവർക്ക് തിരിച്ചടിയാവുമെന്ന് അവരെങ്കിലും തിരിച്ചറിഞ്ഞ് ഈ ദുരിതാശ്വാസ പ്രക്രിയയുടെ ഭാഗമാവാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം.